നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇടയിലേക്കാട് കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൃക്കരിപ്പൂർ കടപ്പുറത്തെ നിസാറിന്റെ മകൻ EMP മുഹമ്മദാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇടയിലേക്കാട് പാലത്തിന് സമീപമാണ് അപകടം. ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച എത്തിത്തുടങ്ങും. ഒരുക്കങ്ങൾ വിലയിരുത്താനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാത്രികാല പട്രോളിംഗിനിടെ ദുരൂഹ സാഹചര്യത്തിലെത്തിയ കാർ 3 തവണ പോലീസ് ജീപ്പിനിടിച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറു പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിലുണ്ടായിരുന്നു. കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. കാസർഗോഡ് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടിയുമായി അധികൃതർ. പരിഷ്കരണത്തിന്റെ ഭാഗമായി പോലീസ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി തുടങ്ങി. കുശാൽ നഗർ റെയിൽവേ മേൽപ്പാലം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 34.71 കോടി രൂപ ഉപയോഗിച്ചാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. മലപ്പുറത്ത് നടന്ന വ്യാജ മുത്തപ്പൻ കോലത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ ക്ഷേമസഭ. ധനസമാഹരണം ലക്ഷ്യമാക്കി ഭക്തലക്ഷങ്ങളെ അപമാനിക്കുന്ന സമീപനമാണ് മലപ്പുറം ചൂരക്കണ്ടിയിൽ നടന്നതെന്നും ക്ഷേമസഭ. കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 തുടക്കമായി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇടയിലേക്കാട് കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൃക്കരിപ്പൂർ കടപ്പുറത്തെ നിസാറിന്റെ മകൻ EMP മുഹമ്മദാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇടയിലേക്കാട് പാലത്തിന് സമീപമാണ് അപകടം. ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച എത്തിത്തുടങ്ങും. ഒരുക്കങ്ങൾ വിലയിരുത്താനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ 22-ന് എത്തിത്തുടങ്ങും. മൊത്തം 50 സീറ്റുകളിലെയും വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടി പൂർത്തിയാക്കാൻ ഈ മാസം 25 വരെ സമയമെടുക്കുമെന്നതിനാൽ ഓറിയന്റേഷൻ ക്ലാസ് 30-ന് മുൻപ് മാത്രമേ തുടങ്ങൂ എന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ 22-ന് തന്നെ ക്ലാസുകൾ ആരംഭിക്കും. ഒരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടർ K ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ 19-ന് കാസർഗോഡ് വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ആവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ വിവിധ വകുപ്പ് മേധാവികൾക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പഠനം നടത്തുന്നതിനായുള്ള ക്ലാസ് മുറികൾ സജ്ജമായിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെർക്കളയിൽ താൽക്കാലികമായി ഹോസ്റ്റൽ സൗകര്യമൊരുക്കും. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാത്രികാല പട്രോളിംഗിനിടെ ദുരൂഹ സാഹചര്യത്തിലെത്തിയ കാർ 3 തവണ പോലീസ് ജീപ്പിലിടിച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. നിയന്ത്രണം വിട്ട പോലീസ് വാഹനം കുഴിയിലേക്ക് പതിച്ച് ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു. കാറിലുണ്ടായിരുന്ന യുവതിയെയും യുവാവിനെയും കണ്ടെത്താനും അന്വേഷണം ഊർജിതമാക്കി. രാത്രികാല പെട്രോളിംഗ് നടത്തുകയായിരുന്ന ബേഡകം പോലീസ് സ്റ്റേഷനിലെ SIയും സംഘവും സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയായിരുന്നു ആക്രമണം. ആൾട്ടോ കാർ 3 തവണ പോലീസ് വാഹനത്തിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനം കാട്ടിലേക്ക് തെറിച്ചു വീണതോടെ ആൾട്ടോ കാറുമായി അക്രമികൾ രക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് ജീപ്പ് ഡ്രൈവർ രാകേഷിന്റെ കൈമുട്ടിനു പരിക്കേറ്റു. അക്രമത്തിനുപയോഗിച്ച കാർ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ പള്ളത്തുങ്കാലിൽ വെച്ചായിരുന്നു സംഭവം. വാഹന പരിശോധനയ്ക്കിടെ കൈകാണിച്ചുവെങ്കിലും ആൾട്ടോ കാർ നിർത്തിയില്ല. സംശയം തോന്നി പോലീസ് വാഹനം കാറിനെ പിന്തുടർന്നു. കുറ്റിക്കോലിലെത്തിയപ്പോൾ പോലീസ് വാഹനം കാറിനെ മറികടന്നു. പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോലീസ് വാഹനത്തിൽ ഇടിച്ച ശേഷം ബന്തെടുക്ക ഭാഗത്തേക്ക് അമിത വേഗത്തിൽ ഓടിച്ചുപോയി. കാറിനെ പിന്തുടർന്ന പോലീസ് ജീപ്പിനെ ബന്തെടുക്കയിൽ വെച്ചും കാർ ഇടിച്ചു. കാർ വീണ്ടും പള്ളത്തുങ്കാലിൽ എത്തിയപ്പോൾ മറികടക്കാൻ ശ്രമിച്ച പോലീസ് വാഹനത്തിൽ വീണ്ടും ഇടിച്ചു. ഇതോടെ പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു.
കാർ ഓടിച്ചിരുന്ന ആളെ കൂടാതെ ഒരു യുവതിയും കാറിനകത്ത് ഉണ്ടായിരുന്നു. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ നീക്കമായി ഇത് കാണുന്നുവെന്നും KPCC പ്രസിഡന്റ്. കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ്. ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ. നേരത്തെ തന്നെ UDF തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടിയുമായി അധികൃതർ. പരിഷ്കരണത്തിന്റെ ഭാഗമായി പോലീസ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി തുടങ്ങി. ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതിനും ഇറങ്ങുന്നതിനുമാണ് മാറ്റം വരുത്തിയത്. എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും പഴയ ഇന്ത്യൻ കോഫി ഹൗസ് വഴി ബസ് സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കണം. ആളുകളെ കയറ്റിയതിനു ശേഷം പ്രധാന കവാടം വഴി പുറത്തിറങ്ങണം. ബസ് കയറുന്ന സ്ഥലത്തും പുറത്തിറങ്ങുന്ന പ്രധാന കവാടത്തിലും കുറച്ചു ദിവസം നിർദ്ദേശം നൽകാൻ പോലീസ് ഉണ്ടാവും. നേരത്തെ മംഗളൂരുവിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബസ്സുകൾ പ്രധാന കവാടം വഴിയാണ് സ്റ്റാൻഡിനകത്ത് പ്രവേശിച്ചിരുന്നത്. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെച്ചിരുന്നു. ചെർക്കള ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഇനി റോഡരികിൽ ആളുകളെ ഇറക്കുന്ന രീതി നടക്കില്ല. ബസ് സ്റ്റാൻഡിനകത്ത് കയറി ആളുകളെ ഇറക്കണം. നിരവധി അപകടങ്ങൾ സംഭവിച്ചതിനെ തുടർന്നാണ് പുതിയ പരിഷ്കാരം. നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ട്രാഫിക് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറത്ത് നടന്ന വ്യാജ മുത്തപ്പൻ കോലത്തിനെതിരെ പ്രതിഷേധവുമായി തീയക്ഷേമസഭ. ധനസമാഹരണം ലക്ഷ്യമാക്കി ഭക്തലക്ഷങ്ങളെ അപമാനിക്കുന്ന സമീപനമാണ് മലപ്പുറം ചൂരക്കണ്ടിയിൽ നടന്നതെന്നും തീയക്ഷേമസഭ ആരോപിച്ചു. മുത്തപ്പന്റെ പരികർമ്മിയായ മടയനും പാരമ്പര്യാവകാശിയായ കോലാധാരിയും ചേർന്ന് പ്രാർത്ഥന നടത്തി പൈങ്കുറ്റി നിവേദിച്ച് തെയ്യത്തെ വരവിളിച്ച് മലയിറക്കൽ ചടങ്ങ് നടത്തിയാണ് ശിവഭഗവാന്റെ വെള്ളാട്ട രൂപമായ മുത്തപ്പൻ ഭക്തർക്കിടയിൽ എത്തുന്നത്. ഇത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ അനുഷ്ഠാനം. എന്നാൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് വിപരീതമായ രീതിയിൽ ഒരു പേക്കോലം എന്ന രീതിയിലാണ് ഒരാൾ മുത്തപ്പൻ തെയ്യം എന്ന പേരിൽ രംഗത്ത് വന്നതെന്ന് തീയക്ഷേമ സഭ ചൂണ്ടിക്കാട്ടി. മുഖത്ത് മഞ്ഞൾ കുറിയോടെ ചന്ദ്രക്കല എഴുതിയ മുഖത്തെഴുത്തു പോലും മലപ്പുറത്ത് നടന്ന വ്യാജ തെയ്യക്കോലത്തിൽ കാണാൻ സാധിച്ചില്ല. ജനലക്ഷങ്ങളായ വിശ്വാസികളെ അവഹേളിക്കുന്ന ഈ കോലം തുള്ളലിനെതിരെ സർക്കാരും ദേവസ്വം വകുപ്പും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തീയക്ഷേമ സഭ ആവശ്യപ്പെട്ടു. മലപ്പുറം ചൂരിക്കണ്ടിയിലെത്തി നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്നും തീയക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് വ്യക്തമാക്കി. ജാതിമത ഭേദമന്യേ മുത്തപ്പന്റെ ജനലക്ഷങ്ങളായ വിശ്വാസികളെയും മുത്തപ്പന്റെ ആചാരാനുഷ്ഠാനത്തെയും അവഹേളിക്കുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് കണ്ടത്. മടയനോ കോലധാരിയോ പൈങ്കുറ്റിയോ ഇല്ലാതെ ഒരു വ്യക്തി നടത്തിയ പേക്കുത്താണ് ചൂരക്കണ്ടിയിൽ നമ്മൾ കണ്ടത്. ഇതിനെതിരെ നിയമ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. തീയക്ഷേമ സഭ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നാളെ ഈ സ്ഥലത്ത് സന്ദർശിച്ച് ഞങ്ങളുടെയും മുത്തപ്പൻ സേവാ സംഘത്തിന്റെയും പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇതിനെതിരെ മുത്തപ്പൻ സേവാ സംഘവും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ധനസമാഹരണം ലക്ഷ്യമാക്കി നടത്തിയ പേക്കോലം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മലബാറിലെ വിശ്വാസികളിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആഗോള അയ്യപ്പ സംഗമം ശുദ്ധ തട്ടിപ്പെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് സർക്കാരിന്റെ നീക്കം. യോഗി ആദിത്യനാഥിന്റെ കത്ത് പുറത്തു വന്നതോടെ CPM BJP ബന്ധം തെളിയുന്നതായും ഉണ്ണിത്താൻ. ഗൂഢാത്മകതയെക്കുറിച്ച് NSSന് ഉത്തമ ബോധ്യം വരാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ അതിനകത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞത്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമല്ലോ. ഈ അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്മാരുടെ ഒരു വരവിനുള്ള ഒരു പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ ആ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് കാണുമ്പോൾ NSS അവരുടെ നയം മാറ്റും, യാതൊരു തർക്കവുമില്ല. കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിനെ നിശ്ചിതമായി വിമർശിക്കുകയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് NSS. അത് നമുക്കറിയാം.
രാമൻ നായരിരുന്ന കാലത്തും അതിനു മുമ്പും എല്ലാം അവർക്ക് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ അവർ അടിയുറച്ചു നിൽക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 11 മുതൽ നടക്കുന്ന പദയാത്രയുടെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരസഭ പദയാത്ര സംഘടിപ്പിച്ചു. വാഴുന്നോറടിയിൽ നിന്ന് പുതിയകോട്ട വരെയായിരുന്നു പദയാത്ര. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. സമാപന യോഗം KST എംപ്ലോയീസ് സംഘ് BMS ജില്ലാ വർക്കിംഗ് ചെയർമാൻ ജയകുമാർ നെല്ലിത്തറ ഉദ്ഘാടനം ചെയ്തു. സംഘടന അതിന്റെ ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ആ രാജ്യത്തിന്റെ ധാർമ്മിക അടിത്തറയെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ ഒരു ദേശീയ ദിനാചരണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ വിശ്വാസ പാരമ്പര്യ പ്രകാരം നമ്മുടെ തൊഴിലിന്റെ ദേവതയായ വിശ്വകർമാവിനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വകർമാവിനായി ഈ ഒരു ദിനം സമർപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സർവ്വലൗകിക തലത്തിൽ അല്ലെങ്കിൽ സർവ്വലൗകികമായ തരത്തിൽ മെയ് 1-ാം തീയതി അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആചരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ തൊഴിലാളി ഗവൺമെന്റുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കച്ചവട താല്പര്യമുള്ള വിവിധ സംഘടനകളും ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വളരെ സന്തോഷകരമായിരുന്നു, വളരെ സ്വപ്നതുല്യമായിരുന്നു. എല്ലാ തൊഴിലാളികളോടും ആവശ്യപ്പെട്ടത് എല്ലാ തൊഴിലാളികളുടെയും വാഗ്ദാനം ചെയ്തത് ഈ തൊഴിലാളി ദിനം ഞങ്ങൾ ആചരിക്കുന്നത് നിങ്ങൾക്ക് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര മുദ്രാവാക്യത്തെ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു മെയ് 1-ാം തീയതി എല്ലാ തൊഴിലാളികളും അതിന്റെ അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചത്. വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി സുനിൽകുമാർ അത്തിക്കോത്ത് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ടം, മേഖലാ ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ സുധീഷ് മുത്തപ്പൻതറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി ബദരിയ മസ്ജിദിനായി പുതിയ ഓഫീസും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. ഖത്തീബ് അബ്ദുൾ റഹിമാൻ അഷറഫിയും കമ്മിറ്റി പ്രസിഡന്റ് PM ഹസൻ ഹാജിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരത്തിലെ പുരാതന മുസ്ലിം പള്ളിയായ കോട്ടച്ചേരി ബദരിയ മസ്ജിദിനായി പുതിയ ഓഫീസും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഖത്തീബ് അബ്ദുൾ റഹ്മാൻ അഷ്റഫിയും മസ്ജിദ് ഓഫീസ് ഉദ്ഘാടനം കമ്മിറ്റി പ്രസിഡന്റ് PM ഹസൻ ഹാജിയും നിർവഹിച്ചു. അതിന് പരിഹാരമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി ബദരിയ ജുമാ മസ്ജിദ് അൽഹംദുലില്ലാ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നല്ല വിശാലമായ സൗകര്യത്തോടു കൂടിയുള്ള നിസ്കാര സ്ഥലമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും പണം കൊണ്ടും കടി കൊണ്ടും എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ഹാജി സ്വാഗതം പറഞ്ഞു. ട്രഷറർ തവക്കൽ അബ്ദുൾ ഖാദർ ഹാജി, വൈസ് പ്രസിഡന്റ് ഹമീദ് മദനി, സെക്രട്ടറിമാരായ M സുലൈമാൻ, ഷെരീഫ് കമ്മാടം, സലാം കേരള, ജലീൽ ക്വാളിറ്റി, ഖയ്യൂം പൂക്കുഞ്ഞ്, ഭരണസമിതി അംഗങ്ങളായ C യൂസഫ് ഹാജി, T മുഹമ്മദ് അസ്ലം, CK ഹാരിസ്, MP ഹാഷിം, ഷംസുദ്ദീൻ, K ഖയ്യൂം മൗലവി, CH സുലൈമാൻ, ഷംസീർ, എലൈറ്റ് മുഹമ്മദ് കുഞ്ഞി, C മുഹമ്മദ് കുഞ്ഞി, ഷറഫുദ്ദീൻ ചിത്താരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിലാദ് ക്യാമ്പയിനിന് സമാപനമായി. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹോസ്ദുർഗ് റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹോസ്ദുർഗ് റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിലാദ് ക്യാമ്പയിൻ സമാപിച്ചു. പ്രസിഡന്റ് AK മുഹമ്മദ് കൂളിയങ്കാലിന്റെ അധ്യക്ഷതയിൽ മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി ഉദ്ഘാടനം ചെയ്തു. ഒന്നിനും കൊള്ളാതാക്കിയിട്ടാണ് നമസ്കരിക്കുന്നത് പറയുന്നത്. മറ്റുള്ള കുട്ടികളോട് കുസ്തി പിടിച്ചുകൊണ്ട് അത് ശരിയാവണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തന്നെ ശരിക്കും പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും വന്നിട്ട് ഉസ്താദന്മാരെയും കൂടെ നിർത്തിയിട്ട് നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടതാണ്. കാരണം പിന്നെ പൊതു എടുക്കൽ മുതൽ ലാസ്റ്റ് സലാം മുട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിപ്പിച്ചിരിക്കണം. കാരണം ആ നമ്മളെ കുട്ടികൾ തെറ്റായ വഴിക്കാന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത എല്ലാവർക്കും കിട്ടും അതിൻ്റെ കുറ്റം. കാരണം വെച്ചാൽ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഉസ്താദന്മാർക്കാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ കുറ്റം ഉണ്ടാവും.
കെ ഷംസുദ്ദീൻ കല്ലുരാവി വിശിഷ്ടാതിഥിയായി. ഉസ്താദ് ആസിഫ് ദാരിമി ബദിയടുക്ക റബി പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് മാസ്റ്റർ ബെളിഞ്ചം, അബ്ദുൾ സമദ് ഹാജി നെടുങ്കണ്ട, അബ്ദുൾ റഹ്മാൻ ഹാജി പള്ളിക്കര, സയ്യിദ് അസദി പുഞ്ചാവി, സയ്യിദ് യാസിർ ഹുസൈൻ തങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ജമിയത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ, മഹൽ ഖത്തീബ്, സ്വദർ ഉസ്താദ്മാർ, മുഅല്ലിമീങ്ങൾ, മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഷിഹാബ് മാസ്റ്റർ അരൈ സ്വാഗതവും റഷീദ് തോയമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കണമെന്ന ആവശ്യം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. ടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ടുണ്ടായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക, വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 റദ്ദ് ചെയ്യുക, ഭിന്നശേഷി നിയമത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക, ആധാറുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക, കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതയിൽ നിന്ന് അധ്യാപകരെ ഒഴിവാക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. പോസ്തൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വളരെ സീനിയറായ അധ്യാപകർക്ക് ഉൾപ്പെടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിനകത്ത്. അവിടെ നിന്ന് ഒരു മാറ്റം ഉണ്ടായത് കേരളത്തിനകത്ത് ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നറിയപ്പെടുന്ന ഒരു പരിപാടിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ പുതുതായി സൃഷ്ടിക്കുകയും നേരത്തെ ജോലി സംരക്ഷണത്തിന് വലിയ സമരങ്ങൾ നടത്തിയ സമയം ആ ഒരു കാലം മാറി പുതുതായിട്ട് നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാർ, അനിയന്മാർ, അനിയത്തിമാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് ജോലി ലഭിച്ച് കടന്നു വരുന്നൊരു സാഹചര്യം. അങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് ഉപജീവനം നൽകുന്ന ഒരു മേഖലയായി ചെറിയൊരു കാലഘട്ടം കൊണ്ട് മാറുകയും ലക്ഷക്കണക്കിനായ കുട്ടികൾ അധികമായി ഈ മേഖലയ്ക്ക് വരികയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഉപജില്ലാ പ്രസിഡന്റ് C ശാരദ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ P മോഹനൻ, P ശ്രീകല, VK ബാലാമണി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PP ബാബുരാജ്, KV രാജൻ, PP കമല, രാജേഷ് കറിയ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ P രാജേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KG ഷൈൻ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അധ്യാപകർ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിയൽ ഓണം പൊന്നോണം സമ്മാന പദ്ധതി നറുക്കെടുപ്പ് നടന്നു. ഡോക്ടർ PK ജയശ്രീ നറുക്കെടുപ്പ് നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നടത്തിയ റിയൽ ഓണം പൊന്നോണം ഷോപ്പ് ആൻഡ് വിൻ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടന്നു. ഡോക്ടർ PK ജയശ്രീ നറുക്കെടുപ്പ് നിർവഹിച്ചു. ഒന്നാം സമ്മാനമായ AC ലഭിച്ചത് ബബിതയ്ക്കാണ്. രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീന് KA സെബാസ്റ്റ്യൻ അർഹനായി. മൂന്നാം സമ്മാനമായ ടെലിവിഷൻ സിദ്ധാർത്ഥിന് ലഭിച്ചു. തുടർന്നുള്ള സമ്മാനങ്ങൾ: നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ PK ചന്ദ്രശേഖരനും, അഞ്ചാം സമ്മാനം ഗോൾഡ് കോയിൻ ശ്രീലക്ഷ്മിക്കും, ആറാം സമ്മാനം ഗോൾഡ് കോയിൻ മുനീറയ്ക്കും, ഏഴാം സമ്മാനം ഗ്യാസ് സ്റ്റൗ വൈകിക്കും, എട്ടാം സമ്മാനം ട്രോളി ബാഗ് P വിജയനും ഡോക്ടർ PK ജയശ്രീ വിജയികളെ പ്രഖ്യാപിച്ചു. റിയൽ സൂപ്പർ മാർക്കറ്റുമായിട്ട് വളരെ കാലത്തെ ബന്ധമാണ്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മളുടെ കസ്റ്റമർഷിപ്പ് ഈ സ്ഥാപനത്തിൽ തുടർന്നു പോകുന്നതിന് കാരണം തന്നെയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വിപണനത്തിൻ്റെ
വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും തങ്ങൾക്ക് ലാഭം വർദ്ധിക്കുമ്പോൾ അതിലൊരു ഭാഗം സമ്മാനമായി കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ള ആശയത്തിൽ ഊന്നി എല്ലാ വർഷവും നടത്തിവരുന്ന ഈ നറുക്കെടുപ്പ് മത്സരം ഈ വർഷവും വളരെ ഭംഗിയായി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. റിയൽ മാനേജിംഗ് ഡയറക്ടർ CP ഫൈസൽ സംസാരിച്ചു. കഴിഞ്ഞ നമ്മുടെ ഓണത്തിൻ്റെ തിരുവോണ നാളിൻ്റെ ഷോപ്പ് ആൻഡ് വിൻ വിന്നേഴ്സിനെ ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജയശ്രീ IAS അവരുകളാണ്. അവരെ റിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മൊത്തം ഞങ്ങളുടെ 4 ഷോറൂമിലെത്തി പുതുമ, ചെറുവത്തൂര്, നീലേശ്വരം, കാഞ്ഞങ്ങാട് 21 സമ്മാനങ്ങളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൽ 8 സമ്മാനമാണ് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. PRO മൂത്തൽ നാരായണൻ സമ്മാന പദ്ധതി വിശദീകരിച്ചു. അടുത്ത ദിവസം ഷോറൂമിൽ നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് റേഞ്ച് ജമീയത്തുൽ മുഅല്ലിമീൻ ആൻഡ് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഗ്രാൻഡ് മൗലിദ് ജൽസയും കൂട്ടുപ്രാർത്ഥനയുടെ മുന്നോടിയായി വിളംബര ജാഥയും സംഘടിപ്പിച്ചു. ഞാണിക്കടവ് ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ചരിത്രത്തിന് വേണ്ടി വഴിമാറിയ നിമിഷങ്ങൾ സമ്മാനിച്ചു. പൊൻറമീനിന്റെ പവിത്രത പുൽകിയ ദിനരാത്രത്തിന്റെ കാലയവനികയിൽ 1500 വർഷങ്ങൾക്ക് മുമ്പേ ഒരു രാത്രി സുബിഹോടെടുത്ത സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായി കാലം ഗമിച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരു രാത്രി. പടന്നക്കാട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ആൻഡ് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഗ്രാൻഡ് മൗലിദ് ജൽസയും കൂട്ടുപ്രാർത്ഥനയുടെ മുന്നോടിയായി വിളംബര ജാഥയും സംഘടിപ്പിച്ചു. ഞാണിക്കടവ് ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ജാഥയിൽ അബ്ദുൾ സമദ് ഹാജി നെടുംകണ്ട, അബൂബക്കർ CM പടന്നക്കാട്, അഷ്റഫ് M പടന്നക്കാട്, മുസ്തഫ ഹാജി നെടുംകണ്ട, അബ്ദുള്ള ഫൈസി ഇർഷാനി, സയ്യിദ് നാസിഫ് തങ്ങൾ, സയ്യിദ് യാസിർ തങ്ങൾ, സയ്യിദ് ഹാഷിം തങ്ങൾ, സയ്യിദ് ഫാറൂഖ് തങ്ങൾ, ഖാലിദ് പടന്നക്കാട്, ആഷിഖ് ഫൈസി, അഹമ്മദ് ഹാജി കടിഞ്ഞിമൂല എന്നിവർ നേതൃത്വം നൽകി. നിരവധി ദഫ് സംഘങ്ങൾ റാലിയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇടയിലേക്കാട് കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൃക്കരിപ്പൂർ കടപ്പുറത്തെ നിസാറിന്റെ മകൻ EMP മുഹമ്മദ് ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇടയിലേക്കാട് പാലത്തിന് സമീപമാണ് അപകടം. ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച എത്തിത്തുടങ്ങും. ഒരുക്കങ്ങൾ വിലയിരുത്താനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാത്രികാല പട്രോളിംഗിനിടെ ദുരൂഹ സാഹചര്യത്തിലെത്തിയ കാർ 3 തവണ പോലീസ് ജീപ്പിനിടിച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറു പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിലുണ്ടായിരുന്നു. കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ്. കാസർഗോഡ് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടിയുമായി അധികൃതർ. പരിഷ്കരണത്തിന്റെ ഭാഗമായി പോലീസ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി തുടങ്ങി. കുശാൽ നഗർ റെയിൽവേ മേൽപ്പാലം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 34.71 കോടി രൂപ ഉപയോഗിച്ചാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. മലപ്പുറത്ത് നടന്ന വ്യാജ മുത്തപ്പൻ കോലത്തിനെതിരെ പ്രതിഷേധവുമായി തീയക്ഷേമസഭ. ധനസമാഹരണം ലക്ഷ്യമാക്കി ഭക്തലക്ഷങ്ങളെ അപമാനിക്കുന്ന സമീപനമാണ് മലപ്പുറം ചൂരക്കണ്ടിയിൽ നടന്നതെന്നും തീയക്ഷേമസഭ. കേരള സ്റ്റേറ്റ്
സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 തുടക്കമായി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.